പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിച്ചിരിക്കുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. സത്യം പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കി മോദിക്ക് കണക്കിന് കൊടുത്തു എന്ന് തന്നെ പറയാം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് BJP വിവേചനമാണ് കാണിക്കുന്നത് എന്നും എല്ലാത്തിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നതെന്നും പുൽവാമ ഭീകരാക്രമണം തടയുന്നതിൽ ഇന്റലിജൻസ് പരാജയപ്പെട്ടെന്നും രേവന്ത് റെഡ്ഡി ആരോപിച്ചു. സംസ്ഥാനം നന്നായി വികസിച്ചിട്ടും ഗുജറാത്തിന് ബുള്ളറ്റ് ട്രെയിൻ, സബർമതി റിവർ ഫ്രണ്ട്, ഗിഫ്റ്റ് സിറ്റി തുടങ്ങിയ പദ്ധതികൾ നൽകുന്നത് എന്തിനാണെന്നും രേവന്ത് ചോദിച്ചു. ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ പിന്നോക്ക സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകിയാൽ അത് മനസ്സിലാക്കാം. എന്നാൽ വികസന പദ്ധതികൾക്കുള്ള അനുമതി നൽകുന്നതിൽ പോലും കേന്ദ്ര സർക്കാർ വിവേചനം കാണിക്കുന്നു. ജനസംഖ്യാടിസ്ഥാനത്തിലാണ് ഫണ്ട് വിതരണം ചെയ്യുന്നത് എങ്കിൽ അംഗീകരിക്കാം. രാഷ്ട്രീയ പ്രാതിനിധ്യത്തിൽ പോലും എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനമോ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകളും തെക്ക് നിന്നുള്ളവർക്ക് നൽകാത്തത്? അവർക്ക് പ്രശ്നമുള്ളിടത്ത് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം അവർക്ക് ജയ് ശ്രീറാം എന്ന ഉത്തരമേയുള്ളൂ എന്നും രേവന്ത് പരിഹസിച്ചു. മോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം രാഷ്ട്രീയമാണ്, എല്ലാം തെരഞ്ഞെടുപ്പ് വിജയമാണ്. അതിനാൽ മോദിയുടെ ചിന്ത രാജ്യത്തിന് ശരിയല്ല. അതിനാൽ ഇപ്പോൾ BJP മോദി മുക്ത രാജ്യത്തെയാണ് ആവശ്യം. പുൽവാമ ആക്രമണം തടയുന്നതിൽ NDA സർക്കാർ പരാജയപ്പെട്ടെന്ന് ആരോപിച്ച റെഡ്ഡി IBയും രഹസ്യാന്വേഷണ ശൃംഖലയും എന്ത് ചെയ്യുകയായിരുന്നു എന്നും ചോദിച്ചു. പുൽവാമ ആക്രമണത്തിനു ശേഷം സർജിക്കൽ സ്ട്രൈക്കിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് മോദി ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് പുൽവാമ സംഭവം നടന്നത്? ആഭ്യന്തര സുരക്ഷയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ IB, RO പോലുള്ള ഏജൻസികൾ ഉപയോഗിച്ചില്ല? ഇത് നിങ്ങളുടെ പരാജയമാണോ? യഥാർത്ഥത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നോ ഇല്ലയോ എന്ന ചോദ്യവും രേവന്ത് ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ആഭ്യന്തര സുരക്ഷ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 ഫെബ്രുവരി 14 ജെയ്ഷെ മുഹമ്മദിന്റെ ചാവേർ ബോംബർ IED നിറച്ച വാഹനം CRPF ബസ്സിലേക്ക് ഇടിച്ചു കയറ്റിയതിനെ തുടർന്ന് നിരവധി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഫെബ്രുവരി 26 IAF ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിലെ ബാലാകോട്ടിലെ ജെയ്ഷെ ഒളിത്താവളം ലക്ഷ്യമാക്കി തിരിച്ചടി നൽകുകയും ചെയ്തിരുന്നു. ഇതിലെല്ലാം മോദിയെയും അവരുടെ സർക്കാരിനെയും കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് രേവന്ത് റെഡ്ഡി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സീറ്റെണ്ണം 220 കടക്കാൻ പോകുന്നില്ലെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം ആണയിട്ട് പറഞ്ഞിരുന്നു. അത് തിരിച്ചറിഞ്ഞതിനാലാണ് ഇത്തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് മോദി പിന്നോക്കം പോയതെന്നും രേവന്ത് റെഡ്ഡി ചൂണ്ടിക്കാട്ടി. സംവരണമില്ലാത്ത രാജ്യമെന്നത് RSS അജണ്ടയാണ്. അത് നടപ്പാക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ആർട്ടിക്കിൾ 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, CAA, ഏക സിവിൽ കോഡ് ഇതെല്ലാം RSS അജണ്ടയായിരുന്നു. അമിത്ഷായുടെ വ്യാജ വീഡിയോ വിവാദം തന്നെ പ്രതിയാക്കിയത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം താളം തെറ്റിക്കാൻ വേണ്ടിയാണ്. BJP വൃത്തികെട്ട രാഷ്ട്രീയമാണ് കളിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ദുരുപയോഗം ചെയ്യുന്നുവെന്നും രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു.